Hello students, so now we are going to our new chapter, drawing with the paint. So in this chapter we will study about some tools. There are many tools are the freeform select, eraser, fill with color, pick color, magnifier, pencil, brush, airbrush, text, line, curve tool, rectangle, polygon, ellipse, rounded rectangle. So we know there are 16 tools are there. So we can study how to draw paint or how to draw any picture using this paint software. So first one, using the pencil. Click the pencil tool, move the mouse pointer to the drawing board, click and drag. That means hold the mouse button pressed and move the mouse. That is how we draw. എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നാണ് നമുക്കിവിടെ യൂസിങ് ദ പെൻസിൽ എന്ന ടോപ്പിക്കിൽ പറഞ്ഞു തരുന്നത്. പെൻസിൽ ടൂൾ ചൂസ് ചെയ്യുക. ഡ്രോയിങ് ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യുക, മൗസ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വരയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദെൻ നെക്സ്റ്റ് മൂവ് ദ പോയിൻ്റർ ടു ദ കളർ പാലറ്റിൽ പോവുക. നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്തിട്ട് കളർ കൊടുക്കാം. നെക്സ്റ്റ് സേവ് യുവർ വർക്ക്. നെക്സ്റ്റ് നമ്മൾ ഒരു വരച്ച പിക്ചർ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ക്ലിക്ക് ഓൺ ദ ഫയൽ, ദെൻ പോപ്പപ്പ് മെനു വിൽ അപ്പിയർ. വി ക്യാൻ സി ദർ ഇസ് എ പോപ്പപ്പ് മെനു ഹിയർ. ദെൻ ക്ലിക്ക് ഓൺ സേവ് ആസ്. ദെൻ ആ ഒരു ഡയലോഗ് ബോക്സിൽ നിങ്ങളുടെ ഫയൽ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ പേര് എഴുതാം ആൻഡ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഹൗ വി സേവ് അവർ വർക്ക്. നെക്സ്റ്റ് വൺ, സ്റ്റാർട്ടിങ് എ ന്യൂ പിക്ചർ ആൻഡ് ഓപ്പണിങ് എ സേവ്ഡ് പിക്ചർ. എങ്ങനെയാണ് ഒരു ന്യൂ പിക്ചർ സ്റ്റാർട്ട് ചെയ്യുക? അതിനുവേണ്ടി നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുക. ആ പോപ്പപ്പ് മെനുവിൽ ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു പുതിയ വിൻഡോ കിട്ടും. അതിൽ ന്യൂ പിക്ചർ വരക്കാം. നെക്സ്റ്റ്, ടു ഓപ്പൺ യുവർ സേവ്ഡ് വർക്ക്. നമ്മൾ സേവ് ചെയ്ത വർക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക? ക്ലിക്ക് ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫ്രം ദ പോപ്പപ്പ് മെനു ക്ലിക്ക് ഓൺ ഓപ്പൺ. എ ഡയലോഗ് ബോക്സ് വിൽ അപ്പിയർ. ദെൻ ടൈപ്പ് അവർ നെയിം എഗെയിൻ, ക്ലിക്ക് ഓപ്പൺ. സോ അപ്പോൾ നമ്മൾ വരച്ച കാറ്റിൻ്റെയും ട്രീയുടെ ഒക്കെ പിക്ചർ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. നൗ ക്ലിക്ക് ഫയൽ ന്യൂ. വി കണ്ടിന്യൂ വിത്ത് എ ഫ്രഷ് ഡ്രോയിങ് ബോർഡ്. പുതിയൊരു ഡ്രോയിങ് ബോർഡ് എടുക്കാൻ ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ്, യൂസിങ് ദ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലൈൻസ് ഒക്കെ വരക്കാം. വി ക്യാൻ ചൂസ് ദ കളർ ആസ് വി ഡിഡ് ദ പെൻസിലിൽ യൂസ് ചെയ്ത പോലെ കളർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. വിത്ത് ദ ബ്രഷ് ടൂൾ വി ക്യാൻ ഓൾസോ സെലക്ട് ദ സ്റ്റൈൽ ഓഫ് ദ ലൈൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സം സ്റ്റൈൽസ് ആർ ദർ. അവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രഷ് സ്റ്റൈല് ചൂസ് ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലിക്ക് വൺ ഓഫ് ദ മെൻ ഡ്രോ എ ഫേസ്. കണ്ടോ, ഇവിടെ ഡിഫറെൻറ്റ് ഷേപ്സ് വരച്ചത് കണ്ടോ? അപ്പോൾ ആ ഒരു ബ്രഷിൻ്റെ ഏത് ഷേപ്പാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ബ്രഷിൻ്റെ തിക്നെസ് കൂട്ടാനും കുറക്കാനും ഒക്കെ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വരക്കാം. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ബ്രഷ് ടൂൾ. നെക്സ്റ്റ് വൺ, ഇറേസർ ടൂൾ എന്ന് പറഞ്ഞാൽ, നൗ ഡു യു വാണ്ട് ടു ഇറേസ് എ നോസ് ഓർ എൻ ഐ. നമുക്കൊരു എന്തെങ്കിലും ഒന്ന് ഇറേസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇറേസർ ടൂൾ എടുത്താൽ മതി. ഇറേസർ ടൂളിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് അവർ ചാപ്റ്റർ. ഓൾ ഓഫ് യു റീഡ് ഇറ്റ്. താങ്ക് യു.